ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എവിടേക്ക് പോകുന്നു? അഞ്ചിൻ്റെ അവിടേക്ക് പോകുന്നു. അവളൊരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവളല്ല തോന്നുന്നുണ്ട്, അവളെ അമ്മ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ അവിടെ പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അവരെയും ആ സ്പെഷ്യലും എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഡ്രൈവ് ചെയ്യാൻ പോവാണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് കാണിക്കാം. ഓക്കെ, ബൈ. അപ്പോഴുള്ള കാഴ്ചയാണ് ഗൈസ്. ഇവള് കുളിക്കാണ്ട് നിൽക്കുന്നു. കാണിച്ചു. ഇവിടെ രാമായണം വായിച്ചോണ്ടിരിക്കണോ കുട്ടി? എവിടെ എത്തിയ ഇത് അധ്യായം എത്തി. ബുക്ക് രാമായണ മാസം കഴിപ്പിക്കാതെ കഴിയില്ലേ? കഴിക്കണം അല്ലെങ്കിൽ കഴിഞ്ഞില്ലെങ്കിൽ അത് പെട്ടെന്ന് ഞാൻ കഴിക്കും. ഒരു മാസം ഉണ്ടല്ലോ. ഓരോ ഭാഗമായിട്ട് നിർത്തും. ഒന്ന് വായിച്ചു നമ്മുടെ പ്രേക്ഷകർക്ക് കേൾപ്പിച്ചു കൊടുക്കും നോക്കട്ടെ. വായിക്കില്ലേ? ഭദ്രേ മതി ശ്രീരാമദർശനം രാമ ഭദ്രനാമം ജപിച്ചിടുക സന്തതം. കസ്യ ദുഃഖാസ്യ ഹോ ഹേതു ജഗദ്രയേ കസ്യ സുഖാസ്യ വാ ഹോ ഹി ഹേതു സഹേ പൂർവജന്മാർജിത കർമ്മത്രേ ഭൂവി സർവലോകർക്കും സുഖദുഃഖ കാരണം. എനിക്ക് അത്രയൊന്നും അറിയില്ല കേട്ടോ. സുഖങ്ങൾ ദാനം ചെയ്വതിനാരും മുൾക്കാമ്പിലോർത്തു. അമ്മായിമ്മ രാമായണം വായിക്കുമ്പോ മോള് കിടന്ന് തലാട്ടി. അത് വായിക്കറിയോ? വായിക്കാൻ അറിയില്ല സാറേ. എഴുതാനല്ലേ സാറേയുള്ളൂ സാറേ, വായിക്കാറിയില്ലല്ലോ. നോക്കി എന്തോ കളിയാക്കാന്ന് പറഞ്ഞിട്ട് പറയണ്ട. എന്റെ അഞ്ചുവാ രാമായണം നന്നായി വായിക്കില്ലേ? ഒരു ഹിംഹമ്മൊക്കെല്ലാം അങ്ങോട്ട് കൂടി മാറണല്ലോ അല്ലേ? അത് മാറും. ഞാൻ പഠിച്ചു വരുന്നുള്ളൂ. ഞാനേ പഠിച്ചു വരുന്നുള്ളൂ. എനിക്കാരും പഠിച്ചു തരാല്ലോ. അതെ, ഞാൻ കുറേശ്ശെ പഠിച്ചു റെക്കോർഡ് ചെയ്യും, വീണ്ടും കേൾക്കും. തെറ്റിതറിയാനാ? അല്ല, നമ്മൾക്ക് പഠിച്ചു വരുന്നുള്ളൂ. മൂന്നാമത്തെ അങ്ങനെ പഠിക്കണുള്ളൂ. 2 കൊല്ലം, ഇത് മൂന്നാമത്തെ കൊല്ലം വായിക്കാൻ. ഇത് കൊറേ വായിച്ചു ശരിയാവോ? അത് കാണാണ്ട് അറിയും. അപ്പൊ അറിയും. നമ്മളങ്ങനെ മുക്കുറ്റി തൊട്ടില്ലേ? മുക്കുറ്റി തൊട്ടു എന്നാണ് തോന്നുന്നത്. അമ്മേനെക്കാളും നന്നായി വിഭവമാണ്. എന്നിട്ട് എന്താ രാമായണം വായിക്കൂ? കുഞ്ചന്റെ തത്തയായിരുന്നു കഴിഞ്ഞ ജന്മം. വിപുൽ ചേട്ടാ മറുപടി പറയില്ല. ഞാൻ ഇറങ്ങിക്കുന്നില്ലേ മറുപടി? വിപുൽ ചേട്ടനെ കാണിച്ച വിപുൽ ചേട്ടനെ കൊല്ലും. അല്ല എന്നാ ഞാനത് പറയില്ലേ? അല്ല, ഈ മുണ്ട് എന്തിനീ വിളക്കിന്റെ കൂടെ? ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. എന്തിനാ വെക്കണേ? ഇത് നമ്മള് രാമായണം വായിക്കുമ്പോ ഹനുമാൻ സ്വാമി രാമായണം വായിക്കോട്ട് വരുന്നാണ് പ്രതീക്ഷ, നമ്മുടെ ഒരു വിശ്വാസം. അപ്പൊ ഹനുമാൻ സ്വാമിക്ക് ഇരിക്കാനുള്ളതാണ് നമ്മളിവിടെ ഒരു എന്തെങ്കിലും ഒരു പീഠോ ഒരു തുണിയോ വിരിച്ചിടണമെന്നാണ് പറയണത്. ആണോ അഞ്ജു? കേട്ടോ, നീ വന്നിരുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ഹനുമാൻ സ്വാമി വരണം. ഹനുമാന്റെ അമ്മയാണല്ലോ ഞാൻ. അതെ. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് എന്തിനാ വന്നിരിക്കണം അഞ്ജു? പൂജാറും. അതെ, ഇന്നത്തെ വീഡിയോ വ്ളോഗ് ഭക്തിമാർഗമായതുകൊണ്ട് അമ്മ ഭക്തിമാർഗാക്കുകയാണ്. അതെ അതെ. ഇത് സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചതാണ്. പീരിയഡ്സ് ഒക്കെ ആവുമ്പോ തൊട്ടുകൂട്ടണ്ടെന്നൊക്കെ ഉള്ളതില് സെപ്പറേറ്റ് ആയിട്ട് തിരിച്ച് മാറ്റി വെച്ചിരിക്കും. അത് ഹോം ടൂറിൽ കാണിച്ചാൽ മതി. ഇതൊക്കെ ഇതെന്താ അതൊക്കെ കാണിക്കും. വീടിന്റെ ചുമലൊക്കെ കാണിച്ചിട്ടുണ്ട് കഴിച്ച്. ഓടപ്പൂ വിജയിച്ചിട്ടാണെന്ന് പറഞ്ഞതല്ലേ? ഞാനത് വിജയിച്ചി അല്ല ഹല്ലേ ഓടപ്പൂ പിന്നെ അപ്പൊ ഗൈസ് കേറി വന്നപ്പോ തന്നെ രാമായണം ഒക്കെ വായിച്ച് നമ്മളെ എന്താന്ന് വെച്ചാ ഇവിടെ മോൺ. അതെ, ഈ സാഗരമാക്കി, ഏതോ സാഗരം, ഭക്തി സാഗരമാക്കി ഗൈസ്. അപ്പൊ നമുക്ക് ഇന്ന് നമ്മള് മെയിൻ ആയിട്ട് വന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരൊരു സംഭവം ചവിട്ടിയൊക്കെ കൊണ്ടുപോയിടും. ഞാൻ വന്നിട്ടില്ല ബ്ലോഗിൽ നല്ല ഭംഗിയായിട്ട് കാണിക്കണം. അതിവിടെ നീ കാല് വെക്കുമ്പോഴേ തണുപ്പേ മൈലാഞ്ചിട്ടില്ലേ? എനിക്ക് ജോലി സ്ഥലത്ത് പറ്റൂല. അധികം ചോന്നില്ല അല്ലേ? കുറച്ച് ചോന്നുണ്ടായിരുന്നു. പക്ഷെ അത് വേഗം പോയി. വേഗം പോയി. ഇത് അരച്ചതാ. അനുജേച്ചി അരച്ചു തന്നതാ. അനുജേച്ചി അരച്ചെന്നാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് എന്തിനാ വന്നാണ് അഞ്ജു? ഞങ്ങളുടെ സ്വന്തം അനുജേച്ചി. ഇന്നെന്തിനാ ഞാൻ അവിടെ വന്നാണ്? ബിരിയാണി കഴിക്കാൻ. ബിരിയാണി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അത് വ്ളോഗ് ഉണ്ടാക്കാൻ വേണ്ടി വന്നേ. അല്ലാണ്ട് ഇപ്പോൾ എന്റെ മെസ്സേജ് ഇട്ടൊക്കെ ആ മെസ്സേജ് ഓഡിയോ റെക്കോർഡ് അവിടെ അയച്ചുതരാം. അത് ഞങ്ങൾ പനീർ ബിരിയാണി ഉണ്ടാക്കട്ടെ. നമ്മളിപ്പോ കർക്കിടക എത്ര ദിവസം അറിയില്ല. ഞാൻ 1 മാസം കഴിഞ്ഞിട്ട് കഴിക്കുള്ളൂ. ഞങ്ങൾ 7 വരാണ്
ഞങ്ങൾ ശീലിപ്പിച്ചാണ് അഞ്ചുല്ലേ ഇവരെ അതെ ഞങ്ങൾ ശീലിപ്പിച്ചാണ് 7 കഴിയുന്ന വരെ നമ്മൾ ചിക്കനും മീനൊന്നും കഴിക്കാൻ പാടില്ല എന്നാണ്. പക്ഷെ ഇവരെ എത്ര ദിവസം ആവുമെന്ന് എനിക്കറിയില്ല. ഇവര് കഴിഞ്ഞ പ്രാവശ്യം 20 ദിവസമൊക്കെ എടുത്തു കേട്ടോ എത്തിച്ചു. രാവിലെ തന്നെ എടുക്കുവോ? രാവിലെ എടുക്കാനോ ഇവിടെയൊക്കെ വെക്കുകയാണെങ്കിലേ വെക്കുള്ളൂ. പുറത്തുനിന്ന് കഴിക്കോ? പുറത്തുനിന്ന് കഴിക്കില്ല. മുട്ട കഴിക്കോ? അപ്പൊ നമ്മള് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താ? പനീർ ബിരിയാണി. എന്ത് ബിരിയാണി? പനോൾ ബിരിയാണി. അയ്യോ അപ്പൊ പോയി മൊബൈൽ പോയിടിച്ചേ. അപ്പൊ എന്തായാലും നമ്മള് സബോള കുഞ്ഞുകുഞ്ഞായിരുന്നു. ആഫ്റ്റർ ലോങ് ടൈം വീണ്ടും അഞ്ജുന്റെ അമ്മായിമ്മ നമ്മുടെ ഫോണിലേക്ക് ബ്ലോഗിലേക്ക് വന്നിരിക്കുകയാണ്. അല്ല അഞ്ജു എന്താണ് പറയാനുള്ളത് അതിനെ പറ്റി 2 വാക്ക്? വളരെ നല്ലൊരു ഇതാണ്. എന്തും ചോദിക്കുകയാണെങ്കിൽ അഞ്ജുവിനോട് ചോദിച്ചിട്ടുള്ളൂ. ദൈവമേ അമ്മ ഉണ്ടെങ്കിണ്ടല്ലോ ഉരുളക്ക് പെരുവല്ലെന്ന് പറഞ്ഞേ. ഇതെന്താ അഞ്ജുവാ? ഇതെന്താ? പനീർതായിരിക്കുന്നു. ക്യാരറ്റ് സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അരി എന്താ? ഏതരിയാ? അരി മറ്റേ അരിയാ, ജീരകശാല എന്ന് പറയും. പക്ഷെ ഇത് കുന്നംകുളം ജീരകശാല ബർക്കത്ത് കിലോൺ വരുള്ളൂ. പക്ഷെ എല്ലാവരും തന്നെ ഉപയോഗിക്കും. ഇത് നടന്നൊരു അച്ചാച്ചൻ്റെ കൂടെ, അച്ചാച്ചന്റെ പാടത്ത്. ആണോ? അച്ചാച്ചന്റെ പാടത്ത് കേട്ടിട്ട് പണിതടി കടയിൽ ഞങ്ങളെ സബോള സൂപ്പർ മാർക്കറ്റ്. അതെ പ്രൊമോഷൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വീണ്ടും വീണ്ടും നമുക്ക് അവരോട് പറയാലോ എന്ത് ചോയ്സിനെ ഞങ്ങൾ അവിടുന്ന് സാധനങ്ങളൊക്കെ മേടിക്കാറുട്ടോ. നല്ല സാധനങ്ങളാണ്. നമുക്ക് ചില സാധനങ്ങളൊക്കെ ചോയ്സ് ചെയ്യുന്ന നല്ല സൂപ്പർ മാർക്കറ്റാണ്. നല്ല അവിടെ പോയി നമുക്ക് നല്ല ഇതാണ് നല്ലത് കിട്ടുന്നത്. എന്ത് നല്ലത് നല്ല സാധനങ്ങള് വലിയ നമുക്ക് ആനക്കത്തി വിലയൊന്നുമില്ല. പിന്നെ അവിടെ നമുക്ക് ഇത്ര രൂപയ്ക്ക് മേടിക്കുമ്പോ പോയിന്റ് ഉണ്ട്. അതിന്റെ പൈസ നമുക്ക് കിട്ടും. പഠിച്ചു വെച്ചൊക്കെ അതൊക്കെ അല്ലേ. അപ്പൊ എന്തായാലും നമ്മള് പണികളൊക്കെ തുടങ്ങട്ടെ. ഞങ്ങളുടെ ചോയ്സ് സൂപ്പർ മാർക്കറ്റ് വരുമ്പോ അമ്മയ്ക്ക് എന്തെങ്കിലും കൊടുക്കണം. ഗൈസ് സത്യത്തിൽ ഞാൻ വരാൻ നേരം വൈകിണ്ടായിരുന്നു. അതുകൊണ്ട് തക്കാളി എടുക്കണം. അഞ്ചു തക്കാളി അരക്കാമോ? അരിയണ അരക്കിയ ഇതാ പനീർ ബിരിയാണി ആരുടെ വകയാ? രാവിലെ അമ്മ പാലക്കാടാണ് കേട്ടോ. ഇവരുടെ വീട് പാലക്കാട് ബിരിയാണി കിട്ടും. അടിപൊളി ബിരിയാണി. ആ എരിവും അല്ല അഞ്ചുവാ. അത് വെക്കുമ്പോ അഞ്ചുവിനെ അഞ്ചു എന്താണെന്നറിയോ? അസൂയ 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 നിനക്ക്. ബിരിയാണി കണ്ടുകൂടാ. മുഴുവൻ കഴിക്കൂട്ടാ. പൈനാപ്പിൾ എസൻസ് ഒക്കെ നമ്മുടെ തൃശ്ശൂർക്കാരുടെ ബിരിയാണി പൈനാപ്പിളിന്റെ എസൻസ് ഉള്ള ഒരു ടേസ്റ്റ് ഉള്ള സംഭവമാണ്. നമ്മൾ കഴിച്ച് എനിക്ക് കോഴിക്കോടത്തെ ബിരിയാണി പറ്റും. അമ്മ കോഴിക്കോടത്തെ ബിരിയാണി നീ കഴിച്ചിട്ടില്ലേ? അത് വാങ്ങണേ. അതെ പക്ഷെ കോഴിക്കോടത്തില്ല. രണ്ട് മിക്സഡ് കുരുമുളകൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് കുരുമുളക് ഏലക്കായ ഒരുപാട് ഇട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ദാരിദ്ര്യമില്ലാത്ത ബിരിയാണി അത്. ബിരിയാണിയായിരുന്നു. സായിയോട് പറഞ്ഞോളാം. സാഹചര്യം ലൈക്കുബായി മറ്റേ അവിടുത്തെ ഹാദിലിക്കടത്തെ അതൊക്കെ എങ്ങനെ പ്രൊണൗൺസ് ചെയ്യണ്? ഇക്കുബായ് നിഹാദിലിക്കയുടെ അവിടുത്തെ ഞാൻ പറഞ്ഞ ഗൈസ് വിളിക്കാം. നമ്മുടെ 5 വീഡിയോ എടുക്കാൻ യൂട്യൂബ് യൂട്യൂബിൽ പൈസ ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ സ്വഭാവം ഞാൻ റെക്കോർഡ് ചെയ്ത് കളിച്ചാൽ ഇന്നലെ എന്നെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞേ ആ അവിടുത്തെ കുട്ടി ഉണ്ടല്ലോ സർവീസ് ചെയ്യാൻ വണ്ടി കൊടുത്തു. വണ്ടി കിട്ടാണ്ട് മനുഷ്യൻ ഏട്ടി വലിഞ്ഞ് നടത്തറ സിഗ്നലിൽ കൂടെ ആ നടക്കണതിന്റെ ഇടയിൽ ഇവിടെ വിളിച്ചിട്ട് അഞ്ചു അടുത്ത നമ്മുടെ വീഡിയോ ഒക്കെ എന്ത് കണ്ടന്റ് ആദ്യം വിളിച്ചു വെച്ചത് വീഡിയോ എന്ത് ചെയ്യാൻ എനിക്കിഷ്ടല്ല. അയ്യോ എന്നെ അന്വേഷിക്കണോർക്ക് വേണ്ടിട്ട് ഞാൻ വരണം. അയ്യോ ഞാൻ കാണിച്ചു ഇവിടെ വർത്തമാനം നിൽക്കും. അയ്യോ പറയാനായിട്ട് മുമ്പ് പറഞ്ഞോ സ്റ്റാർട്ട്. ആദ്യം ഓയിൽ ഒഴിക്കാം. ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് പെരുംജീരകവും പട്ട ഗ്രാമ്പും ഇടാം. ഏലക്കായ ഇടണം. ഏലക്കായ ഇടില്ല ഇടുന്നില്ല. നീ അമ്മായിമ്മയുടെ റെസിപ്പി നീ ഇതൊക്കെ പഠിച്ചാണ് ആണോ? എന്റെ കയ്യിൽ ഇവിടത്തെ ഒരു സാധനം ഞാൻ പട്ടെടുക്കില്ല. ഇവിടെ എന്നെ ഉപയോഗിച്ചിട്ട് പോയേക്കായിരുന്നു പാലക്കാട്. ഞാനൊരു പാവപ്പെട്ട ഒരു അമ്മൂമ്മി മാത്രം ഉണ്ടായിരുന്നു ഇവിടെ. ആ അമ്മൂമ്മക്ക് ഒരു ഭക്ഷണം പോലും വെച്ചു കൊടുക്കാണ്ട് പാവമ്മൂമ്മ. ബൈ. വിപുൽ ചേട്ടാ ഹെൽമെറ്റ് വെച്ചിട്ട് ബൈ വരണോടി. അതാണ് വിപുൽ.
അതാണ് രാഹുൽച്ചന്റെ അനിയൻ. നീ എപ്പോഴും വരുന്നൊക്കെ ജോലിക്ക് പോകണോടി? അവനെ കോട്ട് തന്നെ എടുക്കാൻ മറന്നു. നീ വരുമ്പോ പറയാൻ പറഞ്ഞതായിരുന്നു കോട്ട് എടുക്കാൻ. പറയണ്ടേ? പറഞ്ഞില്ലേ? അവനൊന്നും പോയില്ല. ആ കോട്ട് എടുക്കാനെ പോണേ? പെട്രോൾ ചെലവാക്കിട്ട് അങ്ങടാ. നമുക്ക് അങ്ങനെ പെട്രോൾ ഒന്നും. അപ്പൊ കോട്ട് നാളെ എടുത്ത് തന്നില്ലേ? നാളെ രാവിലെ മഴ പെയ്താലോ? എന്റെ അമ്മ ഇപ്പൊ പോകുമ്പോ മഴ പെയ്താലോ? നനയോ? പിന്നെ ജോലിക്ക് പോകുമ്പോ നനയണ പോലെ ഫോർ പനീർ ഫ്രൈങ്. പനീർ ഫ്രൈ ചെയ്തല്ലേ ഇപ്പഴത്തെ കഴിച്ചതന്നെ ഞാൻ നന്നായി. ഇത് തക്കാളി ഇരിക്കാം. ഇത് ക്യാരറ്റ് കുരു അല്ല എന്താ ആരെ വക റെസിപ്പി? ആരെ വകയാ? രണ്ടാളും കൂടിയിട്ടാ. ഞങ്ങൾ അങ്ങനെയാ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ട് ചെയ്യും. നന്നായ അമ്മ, മോശമായ അഞ്ചു. നോക്കാം. മോശമാവാറില്ല കേട്ടോ. മോശം പറയില്ല, നമുക്ക് നോക്കാം. ഞാനാണ് ഇന്നത്തെ അഭിപ്രായം പറയുന്ന ആള്. അതല്ല, ഞങ്ങൾ രണ്ടാളും സബോള ഇടുകയാണ്. ഓക്കെ. പച്ചമുളക് ഇട്ടില്ലേ? സബോളയും പച്ചമുളകും. സബോള അങ്ങനെ എടുത്തിടാൻ പോണി. അല്ല, ബിരിയാണിക്ക് കരിവേപ്പില വേണ്ട. അപ്പൊ സബോള ഇട്ടിട്ടുണ്ട്. ബിരിയാണിയിൽ കരിവേപ്പില വേണ്ട. ബിരിയാണി ഫ്രൈഡ് റൈസാ? ഓ ബിരിയാണി ആണല്ലോ ആള് പറയും. സോറി. വെജിറ്റബിൾ ബിരിയാണി. ഒട്ടി കഴിക്കോ? ഇളക്കിക്കൊണ്ടിരിക്കണോ മാഡം? അല്ല, പരത്തുകയാണ്. ആണോ? ഓക്കെ മാഡം ഇത് പരത്തും. അടുത്തിടുമ്പോ ഞാൻ പറയാം കൈസ് എന്താന്ന് പറഞ്ഞു. അല്ല, മറ്റേത് ഇട്ടു. പനീർ വറക്കുന്നതിന് വേണ്ടി പനീർ എണ്ണയിലേക്ക് ഇടുന്നു. ഇടും. ആ എണ്ണ ചൂടാവാനായിട്ട് മുമ്പ് ഇടുന്നു. ഇടുന്നു. ഇതിലെവിടെ എണ്ണ ചൂടാകായ? നോൺ സ്റ്റിക് പാത്രം ഗേൾ. അപ്പൊ അങ്ങനെ ഗ്യാസിന് മണം വരില്ല. വായന്ന് പോയേണ്ടി. പടക്കത്തിന്റെ മണം ഇല്ലേ? വായ തുറന്ന് ഓരോന്ന് പറയരുത്. അതല്ല ഉദ്ദേശിച്ചത്. മണങ്ങൾ പലതും വരും. വായ അടച്ചിരിക്കുക. ഓക്കെ മാഡം. സബോള അങ്ങനെ ഇട്ടത് അരി പിടിപ്പിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ഓക്കെ ശരി. അതെ ഇപ്പൊ എന്തായാലും വറക്കാൻ വെച്ചിട്ടുണ്ട്. വറക്കട്ടെ കൈസ്, വറക്കട്ടെ. ഞാൻ കാണിച്ചോളെ ഉപ്പ് ഇടണം. ആദ്യം നമ്മള് സബോളയും പച്ചമുളകും. കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. നിങ്ങളുടെ അനുവാദമില്ലാതെ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ആരെയും ഉപ്പിടില്ലല്ലോ. ആ വീഡിയോയില് വരും എന്താ ഉപ്പിട്ടില്ലല്ലോ എന്ന് ചോദിക്കും. അങ്ങനെയൊന്നും എന്നെ അറിയണവരൊന്നും ചോദിക്കും. അയ്യോ നിന്നറിയണവരല്ല, എന്റെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കും. ബേസിക്കലി നന്ദൂസ് ഡെയിലി ബീറ്റ്സ് മാറ്റിയിട്ട് അത് അഞ്ജൂസ് ഡെയിലി ബീറ്റ്സ് ആക്കണം. അയ്യടി ഈ ഉപ്പിന്റെ പാത്രം നീ ഇതിലേക്ക് ഇങ്ങനെ വീണാനെ ശരിക്കേ നമ്മളെടുക്കാണ്ടേ വീട്ടെനിക്കണം. വീട്ടിൽ വെച്ചിട്ടും ഞാൻ ഇതിൽ ഉപയോഗിക്കുന്ന സ്റ്റീലിന്റെ ഈ ഒരു ഇത് താഴെ തട്ടുന്നില്ല, പേടിക്കരുത്. അയ്യോ, അതിന്റെ പുലിയതാക്കാൻ മരത്തോണ്ട് എടുത്തോന്നോ വായോ. ബാക്കി സബോള ഞാൻ മുറുക്കാം. ഓരോ പനിനീറും ഓരോ പനിനീരും അമ്മ പറക്കി പറക്കി മരത്തോണ്ട് എടുത്തോളൂ. പ്ലാസ്റ്റിക് ഇടണേക്കാളും ഭേദമത്. പ്ലാസ്റ്റിക് അല്ല, ഫൈബർ. അതിന് ബുദ്ധി വേണ്ടേ? അതാകുമ്പോ എണ്ണ വറ്റിങ്ങനെ എടുക്കും. ഇതാകുമ്പോ എണ്ണ നമുക്ക് ഇങ്ങനെ ഊച്ചെടുക്കാം. അതിനെന്താ ചെയ്യാ? പേടിപ്പിച്ചു. അതൊന്നും കാണാണ്ടൊന്നും ചെയ്യണ ആളല്ല. അതെ, എന്റെ കൂടെ നിന്നിട്ട് എല്ലാം പഠിച്ചു. അതിന് എന്നെ ഇവിടെ ഇട്ടാ കെട്ടിക്കാൻ പോറാ പതിവ്. ഞാൻ തന്നെ അടുക്കളയിലൊക്കെ ചെയ്യാറ്. ഇവര് ഇവിടെ മിറ്റടിക്കാനും ആ കൂടി എനിക്ക് മിറ്റം കാണാല്ലേ കൈസ്. ഇവര് ആ മിറ്റത്തിന്റെ അവിടെ തന്നെ എന്തോ ഇട്ടുണ്ടല്ലേ? കാണാനില്ല. ആ റോഡ് പഞ്ചായത്ത് റോഡ് മൊത്തം അടിക്കണെങ്കിൽ അമ്മയാ. എന്തിനത്? വീടിന്റെ ഉമ്മറല്ലേ, നല്ല വൃത്തിയായി കിടക്കണ്ടേ? അപ്പുറത്ത് വീട്ടുകാരെ മിറ്റം വരെ അടിക്കാറുണ്ട്. റോഡ് അടിക്കുക, അവിടെ റോഡിന്റെ ഉമ്മറത്ത് മുഴുവൻ ഷവറായിരിക്കേ. അപ്പൊ അത് മുഴുവൻ അടിച്ച് ഞാൻ ശരിയാക്കി. അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ ഇവിടെ നിന്ന് നോക്കുമ്പോ ഉമ്മറ മുഴുവൻ ഷവർ വന്ന് കിടക്കുമ്പോ രസമുണ്ടാ? വീട് മാത്രം വൃത്തിയാക്കിട്ടെന്താ കാര്യം? പടിയുടെ ഉമ്മറ വൃത്തിയാക്കണ്ടേ? ഇവരുടെ അമ്മൂമ്മയുടെ കാലം തൊട്ട് ഇങ്ങനെയാണ്. അതല്ല, ഇവരെ പാറക്കുട്ടിയമ്മ കുട്ടിപ്പാറുമ്മ എല്ലാരും പറയും 2 മണിക്ക് ചൂലെടുത്തിറങ്ങും ഉച്ചക്ക്. വയസ്സായിട്ട് കുനിഞ്ഞ് കിടന്നതിലും 2 മണിക്ക് ഇറങ്ങും. നിങ്ങൾക്ക് അമ്മൂമ്മയില്ലേ? അമ്മയുടെ അമ്മ, ഞങ്ങളുടെ എന്റെ ഇവിടുത്തെ അമ്മൂമ്മയുടെ അമ്മ. അപ്പൊ അടിപൊളിയായിരുന്നു മിറ്റടിക്കാൻ. ഇവര് വർഗക്കാര് മൊത്തം ഭയങ്കര വൃത്തിയുടെ ആൾക്കാരാണ്. രാഹുൽ ചേട്ടന്റെ അമ്മയുടെ
അമ്മയുടെ അമ്മ. ഓക്കെ. അതല്ലേ ഞങ്ങൾക്ക് നല്ല വൃത്തിയും ചിട്ടയൊക്കെ കൂടുതലാണ്. എനിക്ക് അത്രയും ഓർമ്മ കേട്ടാ. കുടുംബത്തിലേതെങ്കിലും ഒരാൾ വേണമല്ലോ ഇത്തിരി കുറവുള്ളത്. ശരിയാ. അതിന്റെ ഇപ്പോഴൊക്കെ പഠിച്ചു കേട്ടോ. ഇപ്പൊക്കെ നല്ല ചെറിയ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഗൂഗിൾ പേയുടെ? ഒറ്റയ്ക്ക് പിടിച്ചു. അതെ. എന്താ ചെയ്യാ, മരുമകളോട് ചോദിച്ചിട്ട് വേണം എല്ലാം ചെയ്യണമെന്ന്. എല്ലാ മരുമകളോട് ചോദിച്ചിട്ട് ചെയ്യും. ക്യാരറ്റും തക്കാളിയും ഇതൊക്കെ അരിഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മൾ എന്താണ് ഇത് തുറക്കാൻ കഴിയില്ലടി. കോളിഫ്ലവർ ഞാൻ തുറന്നു കാണിക്കുമ്പോൾ ഇതെന്താണ് പറയുമ്പോ ഒന്നുമില്ലേ. കോളിഫ്ലവർ ആണ് ഗൈസ്. ഫ്ലവർ ഇതൊക്കെ കോരി എടുത്താ അങ്ങനെ നമ്മുടെ പനീർ കോരി എടുത്തിട്ടുണ്ട്. ഇടാനുണ്ട്. കുറച്ച് തീർക്കുമോ നീക്കാം വഞ്ചന. അങ്ങനെ പനീർ വറുത്ത് മാറ്റി വെച്ചു. പനീർ എത്രയും വേഗം ബിരിയാണിയിൽ കയറിയില്ലെങ്കിൽ പനീറിന്റെ എണ്ണം കുറയും. ഞാൻ കഴിക്കൊന്നുമില്ല. ഞാൻ ബിരിയാണി കഴിക്കുന്നു ഇട്ട് കഴിയിട്ടത് കഴിക്കുന്നു. പനീർ നല്ല വിലയാ. നമുക്ക് പനീർ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വറുത്തത്. വിരല് ഞാൻ വെട്ടി അരിഞ്ഞിടും. നൈസായിട്ട് പേസ്റ്റ് പോലെ കുക്കുംബർ എന്താ ചെയ്യണ്ടേ? അല്ല ചൂടാന്നിട്ട് അഞ്ചുവാ. പിന്നെ ഞാൻ അത് വെളിച്ചെണ്ണ എടുത്തത് വെള്ളത്തിനല്ല. എല്ലാരും പറയണ്ടല്ലോ അഞ്ചു അവിടെ വിദ്യ പറയണേ വെള്ളത്തില് പൂരി ഉണ്ടാക്കാത്ര. ഓരോന്നിപ്പോ കണ്ടുപിടിച്ചാണത്. ആ വിദ്യ പറഞ്ഞു നല്ല അവിടെ ഉണ്ടാക്കും ആൾക്കാര്. തുണ്ടെടുത്താ മതി. അമ്മയ്ക്ക് കൊടുത്ത് കണ്ടാ ഒറ്റടിക്ക് ഒരാളെ തിന്നുമ്പോ കൊടുക്കാണ്ട് കഴിക്കുന്നു കേട്ടാ. അതാണ് കണ്ടാ പാവം. ഞാൻ കൊടുക്കാൻ പറഞ്ഞാട്ടാ, കൊടുത്തില്ലേ കഴിച്ചവള്. എന്നാലും നീ ദുഷ്ടത്തിയാടി. ഇവള് പരമ ദുഷ്ടത്തിയാ. ഞാൻ കടിച്ചത് അമ്മയ്ക്ക് തിന്നാ. ഇവള് കടിച്ച് ആ തുപ്പലൊക്കെ വെച്ച് നമുക്ക് വേണോ? നീ കടി തിന്നപ്പോ ഞാൻ കടിച്ചാൽ മതി. അത് നീ എന്റെ രക്തായി പോയി. പിന്നെ ഞാൻ അമ്മയുടെ രക്തം വേറെയായി. ഞാൻ തുപ്പലൊന്നാക്കില്ല കൈ. അരച്ചിട്ട് ഇടാല്ലേ. എല്ലാം അഞ്ചിനോട് ചോദിക്കണം. അഞ്ചു ഇപ്പൊ ഷെഫായി തീർന്നിരിക്കും തോന്നുന്നു അല്ലേ? എന്താ ചെയ്യാ? അഞ്ച് ചെയ്യണം. അപ്പൊ പിന്നെ നമ്മള് നമ്മുടെ ഇതിന് ചെയ്യണ്ടല്ലോ. നിങ്ങളൊക്കെ പോട്ടെ മാഡം. ആയിരുന്നതൊക്കെ അവിടെ നമുക്ക് പോകുന്നത്. നമുക്ക് ഇനി വ്ളോഗ് എടുക്കാൻ തന്നെ. എന്നിട്ട് പറയേ പാത്രങ്ങൾ തോക്കാനായിട്ട് ഞാൻ വരണ്ടില്ല. ഇതാകുമ്പോ ഞാൻ കയ്യോടൊക്കെ ചെയ്ത് കഴിയും. അതെ പാവട്ടോ ഗൈസ്. എന്താ നോക്കാം. അമ്മായിമേനെ ഉള്ളിട്ട് ക്രൂരമായി പീഡിപ്പിക്കാണ് ഇവിടെ. ഇപ്പൊ ശരിക്കും അമ്മായിമ്മ പോരുന്ന കേട്ടില്ലേ? ഇത് മരുമോള് പോരാണ് അല്ലേ? നമ്മുടെ ഇത് ജസ്റ്റ് കറിക്ക് വേണ്ടിട്ട് കോളിഫ്ലവറാണ്. കോളിഫ്ലവർ ആദ്യം കുറച്ച് മഞ്ഞപ്പൊടിയിൽ ഇട്ട് വെച്ചിട്ട് മഞ്ഞപ്പൊടി ഉപ്പും കൂടിയിട്ട് നന്നായി വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി എന്തൊക്കെ അതിലേക്ക് മറ്റേ സാധനം ഇടാം, കോളിഫ്ലവർ ഇടാം. എന്നിട്ട് ആ കോളിഫ്ലവർ നന്നായി കഴുകി ഊറ്റി മാറ്റി വെച്ചിട്ട് ആ കോളിഫ്ലവറിൻ്റെ ഉള്ളിലേക്ക് കോൺഫ്ലവർ, ഇച്ചിരി മറ്റേ കടലമാവ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ ഈ സാധനം ഇഞ്ചി പച്ചമുളക് ഇഞ്ചി പച്ചമുളക് ഒഴിച്ച് ഞാൻ പറയണ്ട ഒന്ന് കണ്ട ഇട്ടിട്ട് അങ്ങനെ കരിഞ്ഞോ അത് ഇട്ടിട്ട് ഇതുപോലെ കരിയിക്കുക. ഇട്ടിട്ട് നന്നായി കൈയോടുകൂടെ ആക്കിയാൽ ഇനി അത് വറക്കണം. രാവിലെ അമ്മയുടെ പ്രത്യേകത പപ്പ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നുണ്ട് കൈസ്, അല്ലെങ്കിൽ ഇരട്ടി പണിയാവും പറഞ്ഞിട്ട് അല്ലേ? ഇത് വേണമെങ്കിലേ വെള്ളത്തിലിറക്കി വെച്ചാലേ മുളപ്പിക്കാം. ഓ ശരി മുളപ്പിക്കാന്ന് എല്ലാ പ്രാവശ്യം മുളപ്പിക്കുന്നുണ്ട്. തൊരപ്പിന് എല്ലാ പ്രാവശ്യം മുളപ്പിക്കും, തൊരപ്പിന് കൊടുക്കും. എല്ലാ പ്രാവശ്യം മുളപ്പിക്കും, തൊരപ്പിന് കൊടുക്കും. എന്തൊക്കെയാണോ മറ്റേ ചേട്ടന്റെ വീഡിയോ ഇല്ലേ, വരാല് കുഞ്ഞുങ്ങൾക്ക് അതേപോലെയാണ് ഇവിടെ തൊരപ്പനമ്മ. ഈ 2 മാസം അമ്മ ഇവിടെ ഇല്ല, 1 മാസം അമ്മ ഇവിടെ ഇല്ലാത്തോണ്ട് തൊരപ്പനൊക്കെ പട്ടണിയായിരുന്നു. അവിടെ ഇവിടെയൊക്കെ ചത്തുപോയി. അമ്മ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഭക്ഷണം എത്തും. പനീർ കഴിച്ചിട്ട് അഭിപ്രായം പറയാൻ പോണോ? ഉപ്പുറവുണ്ട്. ശരിയാ, ഇങ്ങോട്ട് നോക്കുവോ? ഉപ്പത്തിന് കുറവുണ്ട്. ഒന്ന് ബിരിയാണിയിലിടുമ്പോ ശരിയാ. റൈസിന് ചോറ് വരില്ല.
റൈസിൽ ചോറ് വരില്ലോ റൈസിൽ ചോറ് വരില്ലോ ആരാ ഏത് നിങ്ങൾ നോക്കിട്ട് പറയാം കറക്റ്റ് റൈസിൽ ചോറ് വരുന്ന പറഞ്ഞ ആളാണ്. നമുക്ക് നോക്കാം. അതിടില്ല എന്നൊക്കെ ഞാടും. അഞ്ചു സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും അവള് ഇങ്ങനെ പറഞ്ഞേ കുറച്ച് നെയ്യ് ആഡ് ചെയ്യാണ് കേട്ടോ. അതിനെന്തിനാ അവർക്ക് കൊടുക്കണേ? ഇവിടെ എല്ലാവർക്കും ഇവിടെ പ്രൊമോഷൻ കൊടുത്തിട്ട് വിളിക്കാൻ കിട്ടുന്ന വിചാരം. എന്താ പറഞ്ഞാ നെയ്യിട്ടു ഇളക്കുന്നു. ഇളക്കി നല്ല മഴ മരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു ഹോം ടൂർ വേണമെങ്കിൽ ഞാൻ പറയും. ഇവൾക്ക് വേണമെങ്കിൽ ഹോം ടൂർ വേണമെങ്കിൽ ഞാൻ കാണിക്കാം അല്ലേ? ഇവൾക്ക് വേണമെങ്കിൽ ഹോം ടൂർ വേണമെങ്കിൽ കാണിക്കാം. എനിക്ക് വേണ്ട. പ്രേക്ഷകർ പറയുകയാണെങ്കിൽ ഹോം ടൂർ കാണിക്കില്ല. നമ്മള് വീട് മൊത്തം കാണിച്ചു കൊടുക്കില്ല. അന്നൊരു ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ജുവിന്റെ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാം. അങ്ങനെ എന്നോട് പറഞ്ഞിട്ടില്ല. കമന്റിലുണ്ട് ഇവൾക്ക് തന്നെ വായിച്ചിരിക്കില്ല. പണി എല്ലാവർക്കും റിപ്ലൈ കൊടുക്കില്ല. എല്ലാവർക്കും കമന്റ് വാങ്ങി എല്ലാവർക്കും റിപ്ലൈ കൊടുക്കും. അതിന്റെ ഒരു പ്രത്യേകതയാണ്. എന്നെ ഇഷ്ടപ്പെടുന്നത് വാഴിപ്പൊളയാ അച്ഛൻ വാഴ കറക്റ്റായി നോക്കി ഇങ്ങട്. കറക്റ്റ് ഈ വാഴ കൊലച്ചു 2 മക്കൾ. അതിലൊരു ആ ഒരു കൊലയിൽ വീണ്ടും ഞാൻ വന്നതാ. ആണോ? വാഴ ഇതെന്ത് വാഴയെന്നറിയോ? എന്താണ് അഞ്ചു പറഞ്ഞത് അച്ഛൻ? അമൃതവാഹിനിയാന്ന് തോന്നുന്നുണ്ട്. അത് ഉയരം വെക്കാണ്ട് ഒരാള് കൊടുത്തതാ. അച്ഛനാരോ കൊടുത്തതാണ്. ആണോ? എന്തായാലും നോക്കാം കൊല ഉണ്ടാവില്ലേ എന്നുള്ളത്. അപ്പൊ ഇവളുടെ ഹോം ടൂർ വേണമെന്നുള്ള ഒരു കമന്റ് ബിലോ. ഞാൻ ഹോം ടൂർ നേരം ഉണ്ടെങ്കിൽ ഇടാം. ഓക്കെ ഗൈസ്? ഞങ്ങൾക്ക് വലിയ ആവശ്യമൊന്നുമില്ല ഗൈസ്. പൊടി എന്താണ് ഗൈസ്? അതൊന്ന് മാറ്റി വെക്കോ? എന്തൊരു സ്നേഹമുള്ള എന്താ നോക്ക്. വീഡിയോ ഓണാക്കി അപ്പൊ ഞങ്ങളുടെ വീട്ടിലുള്ളത് അത് മാത്രമേ ഉള്ളൂ. സ്നേഹം തമ്പുരു നീട്ടും അമ്മ അമ്മ നീ പാടാത്. സ്നേഹത്തിന് ഇവിടെ ഒരു കുറവില്ല. ഞങ്ങൾ എല്ലാവരും കൂടിയുള്ള ഭയങ്കര സ്നേഹമാണ് ഇവിടെ. കുടുംബം ഇമ്പമുള്ളതാണ്. അതല്ലേ ഉണ്ടാവുള്ളൂ നന്ദു. ബാക്കിയൊക്കെ നമുക്ക് നമുക്ക് വീട്ടിലെ സ്വസ്ഥത നന്ദു. ആ അവള് ഇവള് ആദ്യം വന്ന് കയറിയ സമയത്തല്ലേ? അതെ അഞ്ചു വന്നപ്പിന്നെ അതൊരു വീടായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ. അല്ലെ പിന്നെ നമുക്ക് ഈ 2 ആൺകുട്ടികളല്ലേ. പിന്നെ ഒരു പെൺകുട്ടി വരുമ്പോ ഞങ്ങള് ജോലി കഴിഞ്ഞ് ജോലി സ്ഥലത്ത് കുറ്റങ്ങളൊക്കെ പറഞ്ഞു. ചോദിച്ചാൽ കുറ്റങ്ങളൊക്കെ പറഞ്ഞ്. അതെ നാട്ടുകാരെ കുറ്റം, തൊട്ടപ്പുറത്തെ ആൾക്കാരെ കുറ്റം, എല്ലാവരും കുറ്റം പറഞ്ഞ്. നല്ല ആൾക്കാരാ. ആണോ? ഞങ്ങളുടെ വീടൊക്കെ നോക്കണവരല്ലേ. അവര് കാര്യസ്ഥരാ. അവരിവിടെ എന്തുണ്ടെങ്കിലും അറിയോ? ഒരു ആരെങ്കിലും വരിക ഗേറ്റ് തുറക്കേ അപ്പൊ ഗ്യാസ് ഞങ്ങള് മറ്റേ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ അനിമലാണ്. അവർക്ക് മറ്റുള്ളവരുടെ ആശ്രയില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. എത്രയൊക്കെ കണ്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കും എന്ന് പറഞ്ഞാലും നമുക്ക് എല്ലാവരും ഒരു ആശ്രയില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഗൈസ് ഇവരെന്നെ പറഞ്ഞ് പഠിപ്പിച്ചോണ്ടിരിക്കാണ്. ഇവള് എന്നെ ഞാൻ കാറിൽ പെട്രോൾ അടിച്ച് വന്നിട്ട് ഇവളുടെ വീട്ടിലെ അമ്പലങ്ങളുടെ കണക്ക് പറയാൻ പോണ. സ്റ്റാർട്ട് പറഞ്ഞ പോരെ. അതല്ല ഞാൻ പറഞ്ഞത്. ഗണപതി ഹോമത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഒരു സ്ഥലത്ത് മാത്രം ഡൊണേഷൻ മതി. 9 അമ്പലത്തിന്റെ ഡൊണേഷൻ. ഞങ്ങള് ഇവിടെ മുണ്ടോളി അമ്പലത്തിൽ ഇന്ന് കഴിച്ചു. ഇനി അടുത്ത ഞായറാഴ്ച കുമരപുരം അമ്പലമുണ്ട്, അവിടെ കൊടുക്കും. പിന്നെ ആഗസ്റ്റ് 15-ന് ആഗസ്റ്റ് 15 എന്താണെന്നറിയോ? എന്താ സ്വാതന്ത്ര്യ ദിനം. അന്ന് ഞങ്ങൾ കൂട്ടല്ലൂര് അമ്പലത്തില് ഗണപതി ഹോമം ഉണ്ട്. ഗാന്ധിജിയുടെ പേരിൽ അമ്പലത്തില് ഗണപതി ഹോമം ഉണ്ട്. പിന്നെ വീമ്പില് എന്താന്ന് വീമ്പിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇവിടെ കാണാൻ കുറെ അമ്പലങ്ങൾ. അയ്യപ്പന്റെ ഒരു അമ്പലം അതുള്ളൂ ഇവിടെ. ഞാൻ പറയാം, കുട്ടനെല്ലൂര്, മുണ്ടോളി, പാതിരക്കാട്ട്, ശഷ്ടിപറമ്പ്, എരമല ശശിയുടെ ആ അമ്പലം. പിന്നെ നമ്മളെ പിന്നെ ഇത് നമ്മളെ കുട്ടല്ലൂര് അങ്ങനെ കിടക്കണ അയ്യപ്പന്റെ അതെ എല്ലാ അമ്പലത്തിന് അതെ അത് ശിവന്റെയ. അതില്ലേ ഈ എല്ലാ അമ്പലങ്ങളുടെ നടത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ എല്ലാവരുടെയും കടാക്ഷി ഞങ്ങൾക്കുണ്ട്.
ഞങ്ങൾക്ക് എന്തെങ്കിലും ഇതുകളൊക്കെ ഉണ്ടെങ്കിൽ ഈശ്വരന്മാര് ഞങ്ങളെ അനുഗ്രഹിച്ചു. കണ്ടു ഞാൻ കൃഷ്ണൻ ഗോപാലകൃഷ്ണൻ. അതും ഞങ്ങളെന്നും അമ്പലത്തിലൊക്കെ പോയി. ഒരു വിശേഷം ഉണ്ട്. 2-3 ദിവസം അടുപ്പിച്ച് അമ്പലത്തിൽ പോയി. 2 ദിവസം അടുപ്പിച്ച് ദൈവത്തിന് കണ്ടിട്ട് അതല്ല, തലവേദനിച്ചിട്ടിരിക്കുന്നത്. 2 ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ 6 മണിയാകുമ്പോൾ 5 എണിക്കും, 5 മണിയാകുമ്പോൾ എനിക്കും, 6 മണിയാകുമ്പോൾ 6 മണിക്ക് എനിക്കും. വേഗം പോയി കുളിക്കും, അമ്പലത്തിൽ പോകും. ഇങ്ങനെ പറക്കണ്ടായിരുന്നല്ലേ? ഞാൻ നോക്കുമ്പോ ഞാനേ പോയി നോക്കുമ്പോ അല്ല കൂടെ ആളുകളെ പോളൂ. അപ്പൊ അമൃതനെ വിളിച്ചു കൂട്ട് വേദാളോ ഒരുമിച്ചിന്റെ കൂടുതൽ തക്കാളി അരച്ചത് ഞാൻ ബിരിയാണിയിൽ ഒഴിച്ചു ഗായ്സ്. അത് പറഞ്ഞില്ലേ? അത് പറയാൻ വിട്ടുപോയി. ഇനി എന്തോ ഒന്നും വേണ്ടല്ലോ. എന്തായാലും ഇവരുടെ അമ്പലങ്ങളിലെ പവറിലേക്ക് തക്കാളി ഇനി ഇതരയ്ക്കാമോ? ഞാനും കേട്ടോ കടലിന്റെയും നരക്കിൽ പെട്ട പോലെ നമ്മുടെ നമ്മുടെ കളിക്കും കളിക്കില്ലേ? അതെ, സ്റ്റെപ്പിടാ പറയും. സ്റ്റെപ്പിട് റെഡി 1 2 ഇത് അവിടെ ഇത് സ്റ്റെപ്പിട്. റെഡി 1 നമുക്കിപ്പോ രാജന്റെ അമ്മയുടെ നൃത്തങ്ങൾ കാണാം. 5 പഠിപ്പിച്ചു കൊടുത്താന്ന് പറയുന്നുണ്ട്. 5 അമ്മ കഴിഞ്ഞ ജന്മ ഒരു അസ്പരസായിരുന്നു. അതെ, കളിക്കുന്നോട്ടെ. ഇതാണ് അമ്മയുടെ മെയിൻ. ഇതാണ് ഇവിടെ നിന്ന് കേട്ടാ. കൈതപ്പൂമണമിന്റെ ചഞ്ചലാശി മധുരം തന്നു. പാട്ടൊന്നും അമ്മ പാട്. എനിക്ക് പാട്ടൊന്നും അമ്മ ചാടൂട്ടാ. ഞാൻ ഇത് കുറച്ചു കാലം പഠിക്കാൻ പോയിട്ടായിരുന്നു. ഞങ്ങൾക്ക് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ല കർണനെ കൊല്ല് ചിലമ്പിന്റെ തല്ല്. അതല്ല, അന്നൊരു ദിവസം 5 എനിക്ക് പഠിപ്പിച്ചു തന്നോട്ടെ. ഞാൻ കുറച്ചുകൂടെ പഠിക്കാൻ പോയി. ഇങ്ങനെ 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 കാല് കുത്തിയാൽ ബാക്കി കാലം എവിടെ കൊണ്ടുപോയി കുത്തും. ഇതൊക്കെയായിരുന്നു പഠനം. അങ്ങനെ ഇങ്ങനെ ആക്കുമ്പോഴേ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ആക്കി. പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരില്ലേ, എത്ര വട്ടം കുത്തണം നോക്കില്ലേ, ഇങ്ങനെ കുത്തി ഇങ്ങനെ ആക്കി ഇങ്ങനെ വെക്കണ്ടേ. അമ്മ ഭയങ്കര ആയ കാലത്ത് അമ്മയ്ക്ക് ഒന്നും നടന്നിട്ടില്ല. അപ്പൊ അമ്മ ഈ പ്രായത്തില് അമ്മ എന്താ എല്ലാം പഠിക്കാനുള്ള നടത്തുക. ഇപ്പൊ നാരായണീയം ചൊല്ലണു അങ്ങനെ. ഈ വീഡിയോ തന്നെ പിറ്റേ ദിവസമുള്ള വേറെ വ്ളോഗ് വരും. അമ്മ ഇങ്ങനെ മേത്തൊക്കെ ഇങ്ങനെ ഒരു സാധനമൊക്കെ ഇങ്ങനെ പിടിച്ചിങ്ങനെ നടക്കണ ഒരു വീഡിയോ. വിഭു വിഭുവിനെ തല്ലിപ്പൊന്നു വന്ന വിഭു കുന്നങ്കോട്ടേരെ ഭഗവതി. എന്താ പുതിനയുടെ ഇല അരച്ചത് മല്ലിയില ഇടും. അരിയിടാൻ പോണ എത്ര സമയം എടുക്കും ആവാനായിട്ട്? ഇനി നമ്മള് ഗ്യാസിനോട് പറയണ്ടായിരുന്നു. ഇതായിട്ട് വലിയ ഇതിലൊന്നും ചെയ്ത് അരി ഇട്ടൂട്ടാ. അരി ബാക്കിണ്ടല്ലേ തുടച്ചിട്ട്? പാവ രാജ്യമായി തന്ന തൈരാണ്.
അല്ല രാജ്യമായി പാവം ഞങ്ങളുടെ വീട്ടില് തൈരില്ലാണ്ട് ഇരിക്കുന്നു കേട്ടോ. തൈരൊക്കെ കഴിഞ്ഞു. അപ്പൊ വേറെ തൈര് മേടിക്കണം പറഞ്ഞിട്ട് ഇരിക്കുക. എനിക്കാണെങ്കിൽ എനിക്ക് വാങ്ങണ തൈര് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ഒഴിക്കണം എന്താ ചെയ്യുന്ന വെച്ചിരിക്കുമ്പോൾ രാജ്യമായി ഒരു പാത്രം തൈര് ഒരു ചോറ്റുപാത്രം ഞങ്ങള് പായസമാന്ന് വിചാരിച്ചു. മനസ്സിൽ കുറച്ച് ലഡ്ഡു പൊട്ടി. അല്ല പായസം തരാറുണ്ട് എപ്പോഴും. അപ്പൊ പായസം ഇതൊക്കെ അല്ലേ പറഞ്ഞിട്ട് ഞങ്ങള് പായസം പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് 5 വേഗം തുറന്നു നോക്കി. അഞ്ചുവിന് പായസം ഭയങ്കര ഇഷ്ടമാണ്. നോക്കിയപ്പോ പെട്ടെന്ന് ഞെട്ടിപ്പോയി. എന്നാലും ഉപകാരമായി. അപ്പൊ നമുക്ക് ഞങ്ങളിവിടെ ചുറ്റും നല്ല ഇതിൽ താമസം. ഓക്കെ ഗൈസ്, ഇത് ഞാൻ കട്ട് ചെയ്യാം. ഓക്കെ എന്റെ അമ്മേ, ഞങ്ങള് ടൗണിൽ ജീവിക്കുന്നവർക്ക് എന്തൊക്കെ അഞ്ചോ. ഇവള് മുളക് പൊടി ഇടാൻ മറന്നു എന്നൊക്കെ പറയുന്നുണ്ട് കളറിലുണ്ടായപ്പോ. അത് മറക്കാളതാ. ഇളക്കല്ലേ മറ്റേ പുറത്തിൽ പറഞ്ഞ പോലെ. ഓക്കെ ഇളക്കല്ലേ. എത്ര സാധനങ്ങൾ കുത്തുണ്ട് അവിടെ ഇവിടെയൊക്കെ ഒരു ഇതുമ്പോ തന്നെ. ഫോൺ ഇരിക്കണു ഇപ്പൊ കറണ്ട്. അപ്പൊ ഫോൺ ഒരുമിച്ചായല്ലേ. ഫോൺ പോയി. മുളക് പൊടി ആദ്യം ഇടണ്ടതായിരുന്നു കേട്ടോ. ഞാൻ മറന്നോണ്ട വർത്താനത്തില് പോയി. അപ്പൊ നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ആ വെള്ളം ഒഴിച്ചിട്ട് ഇനി വെള്ളം ഒഴിക്കാനുള്ള വെള്ളം ഒഴിച്ച് കുറച്ച് കുലുക്കി വെച്ചാൽ മതി. കാരണം എനിക്കല്ല അറിയാം. അറിവാണല്ലോ അത്. പച്ചവെള്ളം നമ്മള് പച്ചവെള്ളം ഒഴിക്കരുതെന്ന് പറയും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കാരണം, അതൊരു ചൊയ വരുന്ന പോലെയാണോ, പച്ചവെള്ളം ചൊയ്ക്കണ പോലെയാണോ. അപ്പൊ ഞങ്ങൾ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കുകയല്ല. അപ്പൊ ടേസ്റ്റ് കൂടും. ചിക്കൻ വെക്കുമ്പോൾ ഞാൻ മുളക് പൊടിയുടെ കുത്ത് വരുന്നുണ്ട് ഗൈസ്. മുളക് പൊടി ഇപ്പോഴിട്ട അതിന്റെ ഞാൻ അവിടെ നോക്കിട്ട് പോണേ. അപ്പൊ അത് കാരണം നമ്മൾ തിളച്ചുള്ള ഒഴിക്കണം. ഫ്ലവറിലേക്കുള്ള തക്കാളി കൂടി കോളിഫ്ലവറിനെ പറയാനുണ്ടോ. ഫ്ലവർ പുഷ്പ ഫ്ലവറില്ലല്ലോ. ഫയറാ. എനിക്കത് ഓർമ്മ ബിഗ് ബോസിൽ ചെയ്തിട്ട് ഓർമ്മ. അരി ഇട്ടിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കുന്നു. അരിനെ ജസ്റ്റ് ഒരു ചൂടാവാൻ, അരി ചൂടാവാൻ. അതായത് അവരങ്ങോട്ട് ഇവിടെ ഒന്നും ഒട്ടിപ്പിടിക്കില്ല. അവര് കുടുംബമായിട്ട് ജീവിച്ചോളും. അല്ലെങ്കിൽ എടുക്കണ സമയത്തൊക്കെ അങ്ങോട്ട് നോക്കോട്ട്. പിന്നെ ആ വെള്ളം ചൂടാവണ എത്ര പേർക്കുള്ള ശരിക്കും ഉണ്ടാക്കിയാണ്. അങ്ങനെയൊന്നുമില്ല. ഇവിടെ എന്തായാലും അങ്ങനെ കേടായാലും കേടാവൂല. ദോശമാവൊക്കെ ഞങ്ങൾ ഒരാഴ്ചത്തേക്ക് അരച്ചു വെക്കണം. 2ആഴ്ചക്ക് 3ആഴ്ചത്തേക്ക് നോക്ക് ഗൈസ്, ഇത് നമുക്ക് കഴിയാറായിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അങ്ങനെ കളയില്ല ഞങ്ങള്. ആളത്തോടെ നമ്മള് കളയില്ല കേട്ടോ. ഇതിപ്പോ സാലാഡിനുള്ളതാണോ ഉണ്ടാക്കണേ? നമ്മളെന്താ പറയാന്നറിയോ, നമ്മളെന്താ പറയുന്നേ? അയ്യോ സലാഡല്ലോ, സർലാസ്. അതെ, അത് ഇപ്പൊ അങ്ങനെയായിരുന്നു പണ്ടൊക്കെ പറഞ്ഞു തരുന്നത്. ഇപ്പൊ നിങ്ങളൊക്കെ പാലക്കാട് എന്താ പറയാ? ഞങ്ങൾ സർലാസ് അത് വെറുതെ പറയാട്ടാ. ആണോ സുഖേ? എന്താ പൊട്ടി തെറിക്കണ്ടില്ല. 5 രൂപ അതേ തെറിക്കണു. നമ്മളെന്താ പേളിമണി മറ്റേ ഇതില് പൊട്ടി തെറിപ്പിക്കണ പോലെ. ഈ മോര് അതിലേക്കാണോ നാരങ്ങ പിഴിച്ചത്? ആണോ? ഓക്കെ ഓക്കെ കോളിഫ്ലവർ വറുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കോളിഫ്ലവർ വറുത്ത് തുടങ്ങുന്നു. വറക്കല്ലല്ല, കറിക്കാണല്ലോ. ഇത് വറുത്ത് കഴിഞ്ഞാണോ കറി വയ്ക്കുക? വെറുതെ റോസ്റ്റ് പോലെ ആക്കണോ? കറിയായിട്ടൊന്നും ഉണ്ടാവില്ല. ഫ്ലേവർ ഉണ്ടാവും റൈസിലാണ്. ഇവിടെ ഭർത്താവായ രാഹുൽ ചേട്ടനെ പറ്റി രാഹുൽ ചേട്ടൻ്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും എന്തോ പറയാനുണ്ട്. ഓക്കെ തുടങ്ങിക്കോളൂ. അതല്ല, ആഴ്ചയിൽ ഒരു ദിവസം അവനെ കാണുള്ളൂ. ആ കാണുന്ന ദിവസം 11 മണി 12 മണി ആയാ കുളി അമ്പലത്തിൽ പോക്കോ. ഞങ്ങൾക്ക് ആ ഒരു ദിവസം ആളെ കാണുള്ളൂ. അല്ലെങ്കിൽ 2 മണിക്കൊക്കെ. അപ്പൊ ആള് പറഞ്ഞ എനിക്ക് പുറത്തു പോകണ്ടേ, എനിക്ക് ആൾക്കാരെ കാണണ്ടേ, പിന്നെ കുറിയ എന്തൊക്കെ വെക്കാനും അവർക്ക് എന്തൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി എപ്പോഴാ വരികയെന്നറിയില്ല. ഇനി ആരെങ്കിലും ഭക്ഷണം മേടിച്ചു കൊടുത്താൽ അവിടെ ഇരുന്ന് കഴിച്ചിട്ട് അവിടെ ഇരിക്കും.
അപ്പൊ ഞങ്ങള് ഇവിടെ ഞാനും അഞ്ചും കൂടിയിട്ട് കഴിച്ച് ഞങ്ങള് കുടുംബശ്രീയുടെ കുറ്റൊക്കെ കുടുംബശ്രീയുടെ ആൾക്കാർ വരുന്നു അങ്ങോട്ട് കൂടി പറയുന്നു അത് ആയി തല്ലുകൂടുന്നു. അല്ല കുടുംബശ്രീയുടെ കൊണ്ട് നമുക്ക് ഇതുണ്ടല്ലോ, നമുക്ക് ഉപകാരം ലോണുകൾക്കൊക്കെ. നിങ്ങളുടെ അടുത്ത കുടുംബശ്രീയിൽ എങ്ങനെയാണ് കേസ് അതെന്ന് പറയണേ. ഞങ്ങളുടെ കുടുംബശ്രീ ഞങ്ങളുടെ കുടുംബശ്രീ കത്തി അടിച്ചിട്ടും അടിപൊളിയായിരുന്നു. ഓക്കെ ബാ ഇവളെല്ലാം ഇങ്ങനെ ഇവളെ അല്ല നല്ല കുടുംബശ്രീയാ. വഴക്ക് തിളച്ച വെള്ളം ഒഴിക്കുന്നു. തിളച്ച വെള്ളം എത്ര ഗ്ലാസ് വെള്ളം ഒഴിക്കണേ? 6 അല്ലേ, ഒരു 12 ഗ്ലാസ് ഒഴിക്കില്ല. അപ്പൊ 5 വെള്ളത്തിന്റെ കണക്ക് മുറിച്ച് വെക്കണം അല്ലേ? കിടക്കട്ടെ കിടക്കട്ടെ മൊത്തം പാവ നോക്ക് ചോദിക്കണേ. പട്ടി ചോറക്കണതിന് ആദ്യം വേണല്ലോ. അമ്മീന്ന് എന്തും കണക്കാ. ആ കൂടി ഇവിടെ നല്ലത് ഒരാൾ മാത്രമുള്ളൂ നന്ദു. ല്ലേ അതെ എല്ലാം അപ്പ ഇങ്ങനെ കയ്യോടെ ചെയ്യുന്നവള്. ആരാ? 5 പെണ്ണം തെറ്റിക്കണ്ട വെള്ളം ഒഴിക്കുന്നപ്പോ ആരാ എന്തിനു വന്നു? ബിരിയാണി ഉണ്ടാക്കാൻ വന്നു. എന്ത് ബിരിയാണി? എന്ത് ബിരിയാണി? ഒഴിക്കോ? ബിരിയാണി ഉണ്ടാക്കാനായി. എത്ര ഒഴിച്ചു മോളൂസേ? ഇതിലേക്ക് ഒഴിക്കട്ടെ, ഇനി കയ്യിലേക്ക് ഒഴുക്കി. അത് കുഴപ്പമില്ല. അതെന്തായാലും നീ കരിഞ്ഞില്ലെങ്കിൽ ആ കുറച്ച് വെള്ളം ഒഴിക്കാൻ നമുക്ക്. ചോറ് വരുമ്പോ ഞങ്ങളെ 10 ഗ്ലാസ് വെള്ളം 10 ഗ്ലാസ് വെള്ളം 12 ഗ്ലാസ് എന്ന് പറഞ്ഞപ്പോ ഒഴിച്ചോളം ജോ. അല്ലെങ്കിൽ വേവുള്ളൂ. പൊന്തി നിൽക്കാറുണ്ടോ? ആയിണ്ട് കറക്റ്റ് വെള്ളം വെന്തല്ലേ. ഒരു ഗ്ലാസ് ആയിരിക്കും 1.5 ഗ്ലാസ് വെള്ളം വേണ്ടോ? ഇത് പാലക്കാട് കണക്കാ. ഞങ്ങള് രാവിലെ ഇട്ടിട്ട് അതെ അല്ല രാവിലെ ഇനിയിപ്പോ എന്തൊരു മഴയായിരുന്നു. ഞാനും രാവിലെ വെള്ളം ഒഴിക്കാൻ പോയി. അല്ല അത് കഴിഞ്ഞ് കുളിച്ച് ഞാൻ അമ്പലത്തിൽ പോയി. രാവിലെ 5 പോയില്ല. ഇന്നലെ ഞാൻ എന്നോട് പറഞ്ഞു ഞാൻ 4 അമ്പലത്തിൽ പോയിട്ടുണ്ട്, ഇനി പോയില്ല പറഞ്ഞത്. ഇനിയും പോവും. 2 അമ്പലം കൂടി ആളുടെ ബാക്കി. ഞാൻ ഒരാളെ വെച്ചിട്ട് ഞാൻ എല്ലാ മാസം പോയിട്ട് അവരെ ഞാൻ ബുദ്ധിമുട്ടിക്കാറില്ല. ആവശ്യം വരുമ്പോൾ ഞാൻ ഉള്ളിൽ നിന്ന് വിളിക്കും. അല്ലാത്ത സമയത്ത് എന്നും വിളിക്കുന്നുണ്ട് മനസ്സിൽ. അതൊക്കെ മതി. അവരെന്നും പോയി കണ്ട് ബുദ്ധിമുട്ടിച്ചിട്ട് എന്തിനാ? ഉപ്പിട്ട് കഴിച്ച് നമ്മള് പോവാൻ ഇഷ്ടമാണ്. പക്ഷെ മടിയായിരുന്നു. മടിയൊന്നുമില്ല ഇല്ലല്ലേ? പക്ഷെ ഇവിടെ രാവിലെ ചിലപ്പോ പോവാൻ പറ്റില്ല. ഇവർക്ക് എല്ലാവർക്കും പോകേണ്ടവരല്ലേ. അതെ അതെ അതെ. പിന്നെ രാത്രി ഇവരൊക്കെ വൈകി വരിക. അപ്പൊ നമ്മള് മല്ലിയില കുറച്ചിട്ടിട്ടുണ്ട്. അതെ ഇടാൻ പോയപ്പോ ഞാൻ അയ്യോ എന്ന് പറഞ്ഞപ്പോ വേഗം വന്നാ നമ്മള് മല്ലിയില കുറച്ചിട്ടുണ്ട് കേട്ടാന്ന്. സലാഡ് റെഡി ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ടേസ്റ്റ് ഉണ്ടോ നോക്കാം. സലാഡ് റെഡി ആയിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം. കുറച്ച് ചാറ് മതി, മോര് മതി. എനിക്ക് മറ്റേ ഇഷ്ടമല്ല, ഇഷ്ടമല്ല. രാജിയമ്മയുടെ തൈരും അമ്മയുടെ കൈപ്പുണ്യവും ചേർന്ന സലാഡ് റെഡി. നന്നായിട്ട് പറയാൻ പറ്റൂ. അല്ലല്ല സീരിയസ്ലി എത്ര 7 കൊല്ലം സബോള, തക്കാളി, പച്ചമുളക്, മല്ലിയില എല്ലാം ഇട്ടു, തൈര് ഒഴിച്ചു, ഉപ്പിട്ടു. നമ്മുടെ തൃശ്ശൂർ മല്ലിയില അങ്ങനത്തെ സംഭവമൊന്നും ഇല്ലല്ലേ? ഇവിടെ മല്ലിയില കുറച്ച് ബാക്കി വന്നു. നല്ല ടേസ്റ്റ് കാര്യട്ടാ. ഞാൻ സാധാരണ ഇടാറുണ്ട് കേട്ടാ. തിരുള്ളി വേണം. കുറച്ച് പുളിയും അതാണ് കൈപ്പുണ്യം. അതതിന്റെ ഗുണം. അപ്പൊ തൈര് സൂപ്പർ. ഇനി ബിരിയാണി ഉണ്ടാക്കണം. ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കോ? അടയ്ക്കാൻ പോവുകയാണ് കേട്ടോ. വെയിറ്റ്, അവള് ബിരിയാണിയുടെ പാത്രം അടയ്ക്കാം. കോളിഫ്ലവർ കുറച്ച് വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് വറുക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടി മറക്കാനുണ്ട്. അയ്യോ നമ്മ കാലിന്റെ 5 കുറച്ച് മുമ്പ് അരച്ചു പോയുള്ളൂ. ഞാൻ അടുത്ത ആൾ അരച്ചിട്ടുണ്ട്. ഇത് എപ്പോഴും അരച്ചു വെക്കണേ? ഇന്നലത്തെ രസമാണ്. രസം ഇന്നലത്തെ രസം ഇന്ന് രസമായിട്ട് കുടിക്കുകയാണ്. നല്ല രസം. ഞാൻ അരച്ചു വെച്ചാൽ എത്ര മിനിറ്റ് മാഡം? വെള്ളം മാറ്റണ വരെ. ഗ്ലാസ് അല്ലേ കാണാൻ പറ്റും. വെള്ളം മാറ്റുന്ന വരെ. ആ നിങ്ങൾ ബിരിയാണി വെക്കാൻ വേണ്ടി വെച്ചാണോ പാത്രം? എല്ലാം ഉണ്ടാ? ഈ പാത്രം നമ്മളോടേക്ക് ഈ സാധനം നൈസായിട്ട് വയലിട്ട് കൊണ്ടുപോണത് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർന്നേ. ഞാൻ ഇടാൻ പോവാണ്. ഞാനല്ല കാരണക്കാരി. കോളിഫ്ലവർ നമുക്ക് ഇനി കഴിച്ചു നോക്കാം. ഇങ്ങനെ ഇടുന്നിട്ടാ നോക്കട്ടെ. ഞങ്ങള് കോളിഫ്ലവർ കഴിച്ചു നോക്കാണ്. ഒരു കഷ്ടം മതി, ഒരു കഷ്ടം മതി. ചൂടുണ്ട്. കോളിഫ്ലവർ ടേസ്റ്റ് അല്ലേ? കോളിഫ്ലവർ നല്ല നോട്ടാ. 5 ഞാൻ ചെറിയ കഷ്ടം എടുത്തുള്ളൂ.
വേവാത്തതൊന്നുമില്ലേ? അപ്പൊ ഗൈസ് നമ്മുടെ ബിരിയാണി അങ്ങനെ ഇവള് കോളിഫ്ലവർ ഇതുവരെയായിട്ട് കഴിഞ്ഞില്ലേ? സൺഡേ ആയതുകൊണ്ട് ഇവർക്ക് കുടുംബശ്രീ മീറ്റിംഗ് ഉണ്ട്. മണമില്ല അങ്ങോട്ടെ മണല്ലേ ഇല്ലേ മണല്ലേ അടിപിടിക്കോ ഒന്നിളക്കിടാം. ഈ പാത്രം നീക്കണം. അപ്പൊ എന്റെ പിന്നാലെ ഓടിവാ. എന്തോ കൂടെ ഇങ്ങനെ വരുന്നു. പൊട്ടി നോക്കിച്ചിട്ടാ ഓടെ എവിടെ ജീവനം കൊണ്ട് എന്തോ. ഇനി രമണിയല്ലിമ്മയുടെ കുറച്ച് എണ്ണിപ്പറക്കല് കേൾക്കാം. ആ അടിഭാഗത്തുള്ള അടി പിടിച്ചിട്ടൊന്നുമില്ലേ? കറക്റ്റാണ്. ഇനി കുറച്ചുകൂടി വെള്ളം പറ്റണ്ടല്ലേ? ഗ്യാസ് കുറച്ചുകൂടി വേവട്ടെ ഗൈസ്, വെന്തിട്ട് കാണാം. എന്തോ ഇത്തിരി കൂടി വെള്ളം ഇതാവാണ്ടല്ലോ. ഇത്തിരി സിമ്മിലിട്ടോളല്ലോ കേട്ടോ. അടുക്കളക്കാ ഇല്ല ഞാൻ അതിന്റെ ഭംഗിക്കാക്കിയുള്ളൂ. എവിടെ സംഘം വരുന്നത് നിങ്ങളുടെ? അവിടെ ഒരു വീട്ടിലാ, ഞങ്ങളുടെ ചെറിയമാരുടെ വീട്ടിലാ. അവിടെ മയിലുണ്ട്, കുയിലുണ്ട്, താറാവുണ്ട്. ആ കിളികള് കണ്ടോ ചെറുമ്പോത്തുണ്ട്, മയിലുണ്ട്. മയിലിവിടെ റോട്ടിക്കൂടെ ഇങ്ങനെ നടന്ന് 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 ഇങ്ങനെ ഡാൻസ് വെച്ച് പോകും. ആരും പേടിയില്ലാതെ. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ അവിടെ ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് വന്നിരുന്നു മയില്. വീടിന്റെ ടെറസിന്റെ മുകളിൽ മയിലാവില്ല. സ്റ്റാറ്റസ് ഉണ്ടായിരുന്നല്ലോ. നെയ്യ് കുറച്ച് തൂവിണ്ട് കേട്ടാ. തൂവിയാ ഞങ്ങൾ ഒന്നുകൂടി കാണിക്കാം. നെയ്യ് തൂവിയുടെ മേലെ കൂടെ ഒന്നും കൂടി തൂക്കുന്നു. വീഡിയോയില് കാണിക്കാൻ വേണ്ടിട്ട്. അതല്ല കൈപുണ്യം നമ്മള് കൈപുണ്യം ഇങ്ങനെ ചേർന്ന് കഴിയുമ്പോൾ അതാവുള്ളൂ. ലാസ്റ്റ് അതിന്റെ കൈപുണ്യം ചേരണം. അപ്പോഴാണ് ബിരിയാണി ആവുള്ളൂ. ബിരിയാണിയിലുള്ള പനീർ മേത്തിക്കിടരുത്. പനീർ നമുക്ക് കഴിച്ച് നോക്കാം. കുറച്ച് വെച്ച് തരുമോ? അതിൽ ചൂടുണ്ടാവും, പതുക്കെ മതി. നല്ല ചൂടായിട്ട് വെക്കാം. അതിന് വെള്ളം വരുന്നുണ്ട്. കർക്കിടകമായതുകൊണ്ട് നമുക്ക് ബിരിയാണി ഒന്നും കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ ചിക്കൻ ബിരിയാണി അല്ലാണ്ട് പനീർ ബിരിയാണി കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യും ഗൈസ്. നമ്മുടെ പനീർ നമുക്ക് റെഡി. പനീർ ബിരിയാണി കഴിച്ച് നോക്കാം. എന്താ വായടക്കാൻ തുറക്കാണ്ടിരിക്കും. കൊള്ളാം. കുറച്ചുകൂടി വേവായി സെറ്റായില്ലേ സാധനങ്ങളോ? ഞാൻ കഴിച്ച ആസ്വദിച്ച് പറയട്ടെ, അല്ലെങ്കിൽ പറയും കഴിക്കാനായിട്ട് മുമ്പ് സൂപ്പർ എന്ന് പറഞ്ഞു. കൊള്ളാം സാധനങ്ങളോ? നീ ഒരു കുളം ഇവളെന്തായാലും ഒരു കൊച്ചു കഴിവറിയാണ് ഗൈസ്. നമുക്ക് നോക്കാം ഇനി ബാക്കിയുള്ള കറികളും എല്ലാം കൂടി കൂട്ടി കുഴച്ചൊരു പെട്ടിക്കണം നമുക്ക്. എന്നിട്ട് വേണം കുണങ്ങേ. എന്തുട്ടാതല്ല വെളിച്ചെണ്ണക്ക് എത്രയോ 500 അത്ര ഉണ്ട്. എത്ര ഉണ്ട്? കോളിഫ്ലവർ കറിക്കുള്ള സബോളയും മല്ലിയില 5 സബോള മാത്രമാണോ വേണ്ടേ? സബോളയിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ നീ നേരത്തെ വെച്ച പനീറോടെ ബിരിയാണി കിടന്നാ അത് ബിരിയാണി കിട്ടും ഫുള്ളും. ബാക്കി ഒരു തുണ്ട് മാത്രം കറിയിലേക്ക് വെച്ചു. അപ്പൊ കറിയിലും 2 കഷ്ണം പനീർ കിടന്നോട്ടെ. ഓക്കെ, പ്രോട്ടീൻ റിച്ച്. അപ്പൊ നമുക്ക് ഇത് പനീർ ഈ സബോള വാട്ടി കഴിഞ്ഞിട്ട് അതിൽ കിടണം. പനീറല്ല എന്താ സാധനം? കോളിഫ്ലവർ. പറഞ്ഞോ, കുറെ നേരം പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ആക്ഷൻ. എല്ലാം റെഡിയായി. കോളിഫ്ലവർ കറി കൂടി ആയി കഴിഞ്ഞാൽ അല്ല ആനീസ് കിച്ചണില് ആനി പറഞ്ഞോണേ, നമ്മൾ അടുക്കള ഇങ്ങനെ വൃത്തികേടാക്കി ഞാൻ പാടില്ല. അടുക്കളയൊക്കെ ക്ലീൻ ആക്കി പാത്രമൊക്കെ കഴുകി അടുക്കളയൊക്കെ വൃത്തിയാക്കി വെച്ചു. ഇനി ആ കറിയും കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാം. ഞങ്ങളുടെ അടുക്കള ഓൾവേസ് ക്ലീൻ ആണ്. അത് ക്ലീൻ ആക്കുന്നതൊക്കെ എന്റെ പണിയാട്ടോ. പാത്രം പോലും അതല്ല ഇപ്പൊ അങ്ങനെയല്ലൊക്കെ നന്നോ. ഇവിടെ എങ്ങനെയാണെന്നറിയാം, ഇപ്പൊ ഈ പാത്രം ഇങ്ങനെ ഇരിക്കണം ചേട്ടാ. ഇപ്പൊ ഈ പാത്രം ഇങ്ങനെ വെക്കുക. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചു ഇതേ സെറ്റ് പോലെ ഇങ്ങനെ
ഒക്കെ അടുക്കി ഒതുക്കി അതുപോലെ വെക്കും. ഇപ്പൊ ഈ ഒരു പാത്രം നമ്മളിപ്പോ ഇതൊക്കെ ഇതിന്റെ മൂടി ഇത് മോറിയിട്ട് വെള്ളം ഉണങ്ങിണ്ട് അടച്ചു വെച്ചതാ. ഇതിപ്പോ ഇങ്ങനെ വെച്ചു. ഇതില് ഇനി ഇതിവിടെ ഇത്തിരി കൂടി ഒതുക്കാണ്ടിട്ടാ. ഇതെന്താന്നറിയാം, ഇത് ഇന്നെടുത്തതിന്റെ അതപ്പോ കണ്ട ഈ മിക്സിയൊക്കെ ഞാൻ എങ്ങനെ ചെയ്യുന്നത് ഇതാത് ഇത് ഇവിടെ വെക്കണം സ്ഥല ഇവിടെ മാനസിക മാടമ്പിളിയിലെ മനോരോഗി. എനിക്ക് അങ്ങനെ വെച്ചാലേ സമാധാനം ഉണ്ടാവുള്ളൂ മനസ്സിലേക്ക്. വെച്ചു ഇപ്പൊ നമ്മളെല്ലാവരും ബിരിയാണി കഴിക്കും. അപ്പൊ ഈ ബിരിയാണി പാത്രത്തിൽ നിന്ന് അതെല്ലാം എടുത്തിട്ട് ഒരളവിൽ വെക്കും. ചിലപ്പോ ഞാനും നീയും കഴിക്കും. അമ്മ കഴിച്ചിട്ടുണ്ടാവില്ല, ബാക്കി എല്ലാവരും കഴിക്കണ്ടാവും. അപ്പൊ അമ്മ അതൊരു വേറൊരു പാത്രത്തിലേക്ക് അതിന്റെ അളവിന് മാറ്റും. അത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ചിലപ്പോ അമ്മ എടുത്ത് കഴിക്കും. എന്നിട്ട് അമ്മ വീണ്ടും ആ പാത്രം മാറ്റിയിട്ട് വേറെ അതിന്റെ അളവിന്റെ പാത്രത്തിലേക്ക് മാറ്റും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ചിലപ്പോ രണ്ടാൾക്ക് വീണ്ടും അതിന് കൊടുത്തു നിൽക്കും. വീണ്ടും അത് മാറ്റും. മാറ്റി 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 ബിരിയാണിയുടെ ആത്മാവ് പോയി. ബിരിയാണി ഇത്ര പോകുന്നൊരു ഇത് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അത് ഈ ഒരു അളവാകുമ്പോ ഇതിക്കാക്കി വെക്കും. അത് ഇപ്പൊ വലിയ പാത്രത്തിലിരിക്കുമ്പോ അതിനൊരു ഭംഗിയില്ല കാണാൻ. ചെറിയ പാത്രത്തിലാക്കി അതിന് 5 ചെയ്യാൻ അറിയോ പാത്രം. ഒന്നുമില്ല, ഇത് കഴിയണ വേറെ ഇത് കൂടി ഇരിക്കും. വൈകുന്നേരം അമ്മ ബാക്കി എണ്ണി എടുത്തുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പാകത്തിനാക്കും. അത് വരെ ഈ പാത്രത്തിലാണ്. സോപ്പ് നഷ്ടമില്ല, വെള്ളം നഷ്ടമില്ല. എന്താ നോക്ക് അവര് 50 ലക്ഷത്തിനൊരു വീട് നോക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പിസ്റ്റി ചെയ്യും. അങ്ങനെ തന്നെയാ ചെയ്യാറ്. ഇതിവിടെ പാത്രം ഇങ്ങനെ കുറഞ്ഞ് 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 ഇത് പുട്ട്. ഇതാ പുട്ടും കുമ്പം കഴുകി ഓൾറെഡി. ആ കുമ്പത്തിൽ തന്നെ ഇരുന്നപ്പോ ആർക്കാവ് കുഴപ്പം. ഇതാ അത് വേറെ പാത്രത്തേക്ക്. ഇപ്പൊ ഇതിന്ന് 2 പീസ് കഴിച്ചു നിൽക്കുക. വീണ്ടും എന്റെ ചെറിയ പാത്രത്തേക്ക് പോകുന്നത്. എന്തായാലും കറികളൊക്കെ ആവട്ടെ. ഞാൻ എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയാം ഗൈസ്. അപ്പോൾ ഇവര് സംഘത്തിലേക്ക് പോവാണ്. ലാസ്റ്റ് ടേസ്റ്റ് ചെയ്തിട്ടുള്ള അഭിപ്രായം കൂടി ഞാൻ പറയാം കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. അപ്പൊ ഗൈസ് നമ്മുടെ ഇവളുടെ എന്ത് ബിരിയാണി, പനീർ ബിരിയാണി. യെസ്, അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോഴും രാഹുൽ ചേട്ടൻ്റെ അമ്മ സംഘത്തിൽ നിന്ന് പുറപ്പെട്ട് വന്നിട്ടില്ലേ? അമ്മ വരാൻ സമയമെടുക്കും. അമ്മ എല്ലായിടത്തും പറയെടുത്തിട്ടാണ് വരിക. അപ്പൊ അഞ്ചു വിളമ്പു. ഞാൻ ടേസ്റ്റ് ചെയ്ത് അഭിപ്രായം പറയാനുള്ള ഒരാളായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പണിയിട്ട് കണ്ട അഭിപ്രായം പറയാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. നമ്മള് കറി റെഡി ആയിട്ടുണ്ട്. കറി തോന്നാ കറിയും റെഡി ആയിട്ടുണ്ട്. ഓ ടേസ്റ്റ് ചെയ്യാം ഗൈസ്. ഇവളുടെ പനീർ ബിരിയാണി, പിന്നെന്തൊക്കെയാണ് കോളിഫ്ലവർ കറി, സലാഡ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിച്ചിട്ട് അഭിപ്രായം പറയാം. ഞാൻ കൈ ഓൾറെഡി കഴുകിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അതെ, നമുക്ക് ആദ്യം പനീർ എന്തിൻ്റെ പേര് കോളിഫ്ലവർ എടുക്കുക. എടുത്തിട്ട് കുറച്ച് സലാഡ് എടുക്കുക. അങ്ങനെ ഇടിയായിട്ട് എടുത്താ പോരെ. ഇങ്ങനെ നമ്മളിങ്ങനെ സമയം എടുക്കുമ്പോഴുള്ള ടെൻഷൻ. അമേസിംഗ് അമേസിംഗ്. ഞാൻ മോന്ന് കഴിക്കും. ഉണ്ടാക്കിയിട്ട് അവിടെ ചർച്ചയ്ക്ക് പോയി കാണും. നിങ്ങളവിടെ എങ്ങനെയാ കുടുംബശ്രീക്ക് പോയി അവിടെ നടക്കൊക്കെ അവർ തിരിച്ചു വരുമോ? അപ്പോൾ എന്തായാലും കൊള്ളാം. അപ്പോൾ ഇതുപോലെ പനീർ ബിരിയാണി ഉണ്ടാക്കി നോക്കുക. നിങ്ങൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഒന്നും പറയാലോ നിങ്ങൾക്ക് സൂപ്പർ. ഞാൻ ഉണ്ടാക്കിയതല്ലേ, എന്ത് പറയാനാ. ഐ നോ ഇറ്റ്സ് ഗുഡ്. അടിപൊളി സൂപ്പർ. നിങ്ങൾക്ക് അറിയണ പോലെ അങ്ങനെ ഉണ്ടാക്കുക. ഇതിലൊക്കെ മാഗി ക്യൂബൊക്കെ ഇട്ടാൽ പൊളിക്കും. പക്ഷെ വെജായോണ്ടാ. യെസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കാണാൻ വേണ്ട ചൂടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ. ഇങ്ങനെ കഴിക്കട്ടെ നമ്മൾ.